പറ്റില്ലാന്നൊന്നുമില്ല. ബൾക്ക് ഓർഡർ വരുമ്പോ നമ്മുടെ MD-യോടൊന്ന് ചോദിക്കേണ്ടി വരും. സോ നിങ്ങളുടെ നമ്പർ ഒന്ന് തന്നേക്ക്, ഞാൻ ചോദിച്ചിട്ട് വിളിച്ചു പറയാം. ഓക്കെ, താങ്ക് യു. ആരാ ചേച്ചിയത്? അതെന്തോ ഓർഡർ, MD, സെക്രട്ടറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. രാവിലെ തന്നെ വെള്ളം അടിച്ച പോലെയാ നീ സംസാരിച്ചേ. ഹലോ, പ്രമീള പിസയാണോ? അതെ, പ്രമീള പിസയാണ്. വെരി സ്വീറ്റ് ഓഫ് യു അമൂല്യ. മേഡം, നിങ്ങൾ കാണേണ്ടതൊന്നും കണ്ടില്ലല്ലോ. എന്ത്? ഏ ഏ ഹേ അമൂല്യ, ഇതെന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണെന്നാണോ വിചാരിക്കുന്നത്? റോഡ് സൈഡിൽ കിട്ടുന്ന മോഡേൺ ഡ്രസ് വാങ്ങിയിട്ട് കഴിഞ്ഞാ MD ആകുമെന്നാണോ? ഈ ക്യാബിനിൽ കാല് വെക്കാനുള്ള യോഗ്യതയെങ്കിലും നിനക്കുണ്ടോ? കടക്കപ്പുറത്ത്. മേഡം, ലാംഗ്വേജ് കുറച്ച് വിനയത്തോടെ സംസാരിക്കേ. MD-യെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജോലി പോകും, ഓർമ്മയിരിക്കട്ടെ. വായടയ്ക്കാൻ ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ വിചാരിക്കുന്നത്? ഇവളെ ഏത് കണക്കിനാ ഇവിടെ MD? ഇങ്ങനത്തെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. പക്ഷേ ഈ നടക്കുന്നതൊക്കെ സത്യമാണല്ലോ. കൊള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ട് സാക്ഷി പറയുന്നത് പോലെയായി നീ. അവൾ MD ആണെന്ന് നിങ്ങൾ അവളുടെ വാല് പോലെ വന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണോ? എല്ലാത്തിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് റോഡ് സൈഡ് കടയല്ല, കമ്പനി. എന്നോട് ഇതുപോലുള്ള കളിയായി വരണ്ട. അഴി എണ്ണിക്കാൻ കണക്കിന് ഞാൻ ചെയ്യും. മേഡം, നിങ്ങൾ റിസ്കിന് മേളിൽ റിസ്ക് എടുത്തോണ്ടിരിക്കുക. MD-യെ പറ്റി വേണ്ടാത്തത് പറയുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഷട്ടപ്പ് സുമേഷ്. അവളെ MD എന്ന് എനിക്ക് വിളിക്കുന്ന കേക്കണ്ട. എനിക്കിതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. ആരാ ഇവളെയൊക്കെ MD ആക്കിയത്? ഞങ്ങളാ. വാട്ട്? നിങ്ങൾ ഇവളെ MD ആക്കിയെന്നോ? നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ? പട്ടിയെ സിംഹാസനത്തിന് മുകളിൽ കയറ്റി ഇരുത്തുകയാണോ നിങ്ങൾക്ക് വേണ്ടത്? ആക്ച്വലി നിങ്ങൾ MD ആയിരുന്നപ്പോ ഞങ്ങൾ അങ്ങനെയാ വിചാരിച്ചിരുന്നത്. മറുപടി പറയും വിക്രാന്ത്. ഇവളെ എങ്ങനെ നിങ്ങൾ MD ആക്കിയത്? ചേട്ടന്റെ പേരിലുള്ള വേദാന്ത് വെഞ്ചേഴ്സിന്റെ 40% ഷെയർ നിന്നെ കല്യാണം കഴിക്കാൻ പോയതുകൊണ്ടാ നിന്നെ പിടിച്ച് MD ആക്കിയ. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ആ 40% ഷെയർ കൂടി അമൂല്യ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ ചേട്ടനോടൊന്ന് പോയത്. പക്ഷേ
ആ ബാക്കി 60% ഷെയർ ആരുടെ പേരിലാണെന്ന് നിനക്കറിയോ? വിക്രാന്തിന്റെ ആദ്യയുടെയും പേരിലാണ്. രണ്ടുപേരുടെ പേരിലും 30% ഉണ്ട്. സോ ഞങ്ങളുടെ 60% ഷെയർ ഞങ്ങൾ അമൂലയുടെ പേരിൽ അങ്ങ് എഴുതി കൊടുത്തു. ഇന്നങ്ങനെ അവള് ഇവിടുത്തെ MD ആയി. ഇപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ? അതുമല്ല, ചേട്ടൻ വരുന്നത് വരെ ഈ ഒരു വ്യവസ്ഥ ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാ ചേട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ അമൂല്യ തന്നെയല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ കള്ളത്തരം കാണിച്ച് വിജയിച്ചു എന്നോർത്ത് നിങ്ങൾ അഹങ്കരിക്കണ്ട. സുഹാസിനി മേനോൻ എന്റെ കൂടെ ഉള്ളത്. നിങ്ങളുടെ ഈ കാര്യം ഞാൻ പോയി പറഞ്ഞിരിക്കും. സാഹിത്യ, നീ അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട. നീ ഈ കമ്പനിയുടെ എംപ്ലോയിയാ. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് പറയില്ല. പക്ഷെ നീ കമ്പനി ബിൽഡിങ്ങിലുള്ള സമയം വരെ ഞാൻ പറയുന്നത് നീ കേൾക്കണം. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? MD സീറ്റ് എന്തായാലും നിനക്കിനി കിട്ടില്ല. ഞാൻ പറയുന്ന ജോലി നീ ചെയ്യുന്നോ അതോ നിന്റെ കൈകൊണ്ട് റെസിഗ്നേഷൻ ലെറ്റർ തരണോന്ന് നീ ആലോചിച്ച് ചെയ്യ. എന്ത് ജോലി? എന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി. ഹലോ, പ്രമീള പിസ. ആ, ഓക്കെ. എത്രയാ നിങ്ങൾ പറഞ്ഞത്? 80 പേർക്കാണോ? ഓക്കെ, ശരി. ഓ, അടുത്ത ആഴ്ച അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. എന്താ പറഞ്ഞത്? ഇത് സത്യമാണോ സ്വപ്നമാണോ? അയ്യോ, ഇത് സത്യം തന്നെയാ. കേറ്ററിംഗ് ഉള്ള സമയത്ത് ദിവസത്തിൽ ഒരു ഫോൺ വന്നാൽ തന്നെ അത് വലിയ കാര്യമായിരുന്നു. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ അവളുടെ ഓർഡർ എടുത്ത് തളർന്നു തോന്നുന്നു. അതേന്നെ, ഈ പിള്ളാര് അതിലെന്തോ ചെയ്തിട്ട് ആ പിസയുടെ പേരിൽ എന്റെ പേരും വെച്ച് അതേ അവസാനത്തെ വീട്ടിലെ ഒരു കൊച്ചുണ്ടല്ലോ, അതിന്റെ ബർത്ത്ഡേക്ക് എന്തോ അയച്ചതാണ്. അവിടെ എല്ലാവർക്കും വളരെ അത് ഇഷ്ടമായി. അതിന്റെ പേരിൽ ഓർഡറും തരുന്നുണ്ട് എല്ലാവരും. അതേന്നെ, ചില ആൾക്കാരുണ്ടല്ലോ 300, 500 എന്നൊക്കെ വേണോന്ന് പറയുന്നുണ്ട്. എന്തേത് കളിയാണോ പ്രമി? 300, 500 ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എവിടെ നടക്കുമെന്നാ? അതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പ്ലീസ് ചെയ്തു തരൂ, നിങ്ങൾ ഉണ്ടാക്കുന്ന വളരെ സ്പെഷ്യൽ ആണെന്നാ അവര് പറയുന്നേ. ഞാൻ ഓർക്കുക, അന്ന് മക്കൾക്ക് വേണ്ടി നിന്റെ കാറ്ററിംഗ് പാത്രങ്ങളൊക്കെ വിറ്റായിരുന്നല്ലോ. ഇന്നിപ്പോ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നിന്റെ മക്കള് നിന്നെ സഹായിക്കല്ലേ? ഒരു പ്രാവശ്യം ചെയ്തപ്പോ നന്നായിട്ട് വന്നു. വീണ്ടും അതേപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നാ എനിക്കൊരു പേടി. ഇപ്പൊ കറികള്, തോരൻ, ചോറ് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും എനിക്ക് അത്ര പരിചയമില്ലല്ലോ. ആദ്യം കാറ്ററിംഗ് തുടങ്ങുന്ന സമയത്തും അത് പുതിയതായിരുന്നില്ലേ? അവസാനം നീ അത് പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ഇതും പഠിക്കാൻ പറ്റില്ലേ നിനക്ക്? നിന്റെ കയ്യിലൊരു മാജിക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രമി. ഭഗവാൻ ഒരു നെയ്വിളക്ക് കത്തിക്ക, എല്ലാം നന്നായിട്ട് വരും. അതെല്ലാം ശരി തന്നെയാ, പക്ഷെ നമ്മളെ കൊണ്ട് അത്രയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർഡർ വരുന്നുണ്ടെന്ന് കരുതി കഷ്ടപ്പെട്ട് ഉറക്കം കളഞ്ഞ് ആരോഗ്യം കളയാൻ നോക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയാണെന്ന് നോക്കി ശ്രദ്ധിച്ച് ചെയ്തേച്ചാൽ മതി. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട മാഡം.
സാഹിത്യം നിങ്ങളുടെ അസിസ്റ്റന്റ് ആയാ പിന്നെ എനിക്ക് ഒരു ജോലി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ചെയ്യുന്ന ജോലി ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ. പക്ഷേ ആ സാഹിത്യയുടെ പോയ പണി ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ വർക്ക് ചെയ്യും. പേയ്മെന്റ് എക്സ്ട്രാ തന്നില്ലേലും കുഴപ്പമില്ല. അതെ സുമേഷ്, ഇനി ഒരു ചെയറും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും മേഡം, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാ ഞാൻ എന്റെ പുതിയ ജോലി തുടങ്ങിക്കോട്ടെ. അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നല്ലാതെ അവൾക്ക് വേറെ പണി കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. അവൾക്ക് ദേഹം അനങ്ങി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ വില അറിയില്ല. അതൊന്നും പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ശരി മേഡം, നിങ്ങൾ എന്തിനാ അമൂല്യ വേദാന്ത് എന്ന ബോർഡ് എടുത്ത് വെച്ചത്? പിന്നല്ലാതെ ഞാൻ എന്താ വേദാന്തിന്റെ ഭാര്യയാണോ? അമൂല്യ വേദാന്ത് എന്നൊക്കെ ബോർഡ് വെക്കാൻ അതിനേക്കാളും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പോഴതല്ലെങ്കിലും ഫ്യൂച്ചർ അതല്ലേ. മേഡം വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഹൗസ് കീപ്പിംഗ് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിക്കാം. വേണ്ട, ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. എന്ത് എടുത്തു വെച്ചോളാന്നോ? എന്ന് വെച്ചാ ഞാൻ തന്നെ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചോളാന്നാ പറഞ്ഞേ. മേഡം, ബോസിന്റെ നല്ലൊരു ചെയർ ഇവിടെ കിടന്നിട്ടും നിങ്ങൾ എന്തിനാ വേറൊരു ചെയർ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ അത് ബോസിന്റെ ചെയർ അല്ലേ? ആർക്ക് വേണമെങ്കിലും ബോസൊക്കെ ആവാം, പക്ഷെ ആർക്കും വേദാന്താവാൻ പറ്റില്ല. അത് അവർക്ക് മാത്രമുള്ള സീറ്റാ. എന്താ ഇത്ര അത്യാവശ്യം? അയ്യോ, ഓർഡർ എല്ലാം നമ്മൾ എടുത്തു. നിങ്ങൾ പെട്ടെന്നൊന്ന് റെഡിയാക. നമുക്ക് വൈകുന്നേരത്തുള്ളിൽ എല്ലാം കൊടുക്കണം. കൊടുക്കാം, വിട് പ്രമി ഡാർലിംഗ്. അതിന് ടെൻഷൻ എടുക്കുന്നേ. ഇതെന്താ ആദ്യത്തെ തവണയാണോ നമ്മൾ ഓർഡർ എടുക്കുന്നത്? ഇതെല്ലാം നിന്റെ തലയിലിടും. അരി വേവാൻ എത്ര സമയം വേണോന്ന് അറിഞ്ഞൂടാ. പരിപ്പിന് എത്ര വിസിൽ വേണോന്ന് പോലും അറിഞ്ഞൂടാ. എന്നെ സമാധാനിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ വേവിക്കുന്നത് അത് രണ്ടും അല്ല, പിസയാ. വേവിക്കേണ്ടതേ ഒരു പിസയല്ല, 300 എണ്ണവാ. നമ്മൾ ഇവിടെ 4 പേര് മാത്രമേ ഉള്ളൂ, അതും ഗ്യാസിൽ തന്നെ വേവിക്കണ്ടേ. എങ്ങനെയല്ലേ നടക്കും നീ പറ? എവിടെയെങ്കിലും ഡെലിവറി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടിയാ എനിക്കിപ്പോ. അയ്യോ, ഇത് പ്രോബ്ലം ആവുമല്ലോ ഡാർലിംഗ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പൊ വാങ്ങിച്ച ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരുമോന്ന് ഞാൻ ആലോചിക്കുക. ക്യാൻസലോ? ഇതെന്തോ അമ്മ, ഇന്ന് വൈകുന്നേരം ഡെലിവറി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് എന്ത് വിലയാ ഉണ്ടാവുന്നത്? ഒരു സൈഡ് ആലോചിച്ച് നോക്കിയാ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്രേ പേരെ കൊണ്ട് ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാ പണ്ടത്തെ പോലെ ആരെയും കിട്ടില്ല ഇപ്പൊ. ഒന്നും വേണ്ട. മാറ്റത്തിന്റെ കാറ്റ് വീശുമ്പോ നമ്മൾ മാറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. സാഹിത്യ, എന്താ നീ പഴയ സ്ഥലത്ത് തന്നെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, എന്താന്ന് വെച്ചാ നിങ്ങളുടെ സ്ഥലം വേറെയാണെന്നൊന്ന് ഓർമ്മിപ്പിച്ചതാ. ഹലോ, എന്നെ നീ പേര് വെച്ച് വിളിക്കുകയാണോ? നിങ്ങൾ എന്തായാലും അമൂല്യ മേഡത്തിന്റെ അസിസ്റ്റന്റ് ആണല്ലോ. ബോസിന്റെ പെർമനന്റ് അസിസ്റ്റന്റ് ഞാനും. സോ ഇപ്പോ നീ എന്റെയും കൂടി അസിസ്റ്റന്റ് ആണല്ലോ. വെറുതെ കുറുമ്പ് കാണിക്കാതെ പറഞ്ഞതുപോലെ ചെയ്യ്.
ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവാം. ഹലോ. ആ എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനി എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യണമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? അതെല്ലാം ഇനി ഡിജിറ്റലൈസ് ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ഇതെല്ലാം സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. വാട്ട്? ഇതൊക്കെ ഞാൻ തനിയെ ചെയ്യണമെന്നാണോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടും ഒരു വിലയില്ലാണ്ട് പെരുമാറുന്നോ? ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ കഴിഞ്ഞില്ലെങ്കിൽ ഉറക്കം കളഞ്ഞ് ഇവിടെ ഇരുന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് വീട്ടിലേക്ക്. AC ഫ്ലോറിൽ എങ്ങനെ ഇത്രയ്ക്ക് പൊടി വരുന്നേ? ആരോ വേണമെന്ന് വെച്ച് ചെയ്തതാ ഇതൊക്കെ. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് കാണുന്നതൊക്കെ മഞ്ഞ. ഈ പൊടിക്ക് പൗഡറിന്റെ സ്മെല്ല് വരുന്നുണ്ടെന്ന് കരുതി ഞാൻ ഇതിലോട്ട് പൗഡർ ഇട്ട് പൊടി ഉണ്ടാക്കിയാണെന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ അമൂല്യ മേഡം ഞങ്ങളുടെ ബോസിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഇടയിലേക്ക് കയറി വന്നതല്ലേ? അനുഭവിക്കൂ വെള്ളപ്പാറ്റ്. എന്തെങ്കിലും പറഞ്ഞോ? കേൾക്കാത്തത് തന്നെയാ നല്ലത്. കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ നാണക്കേട്. മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. ആ സുഖമായിട്ടോ മക്കളെ? സുഖമായിട്ടിരിക്കുന്നു അമ്മ. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മ എന്തിനാ ആരും ഇല്ലാന്ന് കരുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ഒരു ഫാമിലിയായ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഫേസ് ചെയ്യണം. ശരി, അതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? 5 ബൈ മിസ്റ്റേക്ക് ഡയൽ ചെയ്തു. എല്ലാം നിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാ മനസ്സിലായത്. മനസ്സിലായ ഉടനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വന്നു. എന്റെ ആരതിയുടെ സഹായം കിട്ടുന്നതേ എനിക്ക് വളരെ ഉപകാരമാ. പക്ഷെ ആദ്യം മോളെ നിന്നെ കൊണ്ട് ഞാൻ ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല കേട്ടോ. നീ ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഇരുന്നാ മതി. അതൊന്നും എനിക്ക് അറിയില്ല ചെറിയമ്മ. ഞാൻ വന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ. വാശി പിടിക്കല്ലേ മോളെ. ഈ സമയത്തെ കുനിഞ്ഞു നിവർന്നു ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെ കരുതി വെറുതെ ഇരിക്കാനും പാടില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ ഫാമിലി ഡോക്ടറെ കോൾ ചെയ്തുതരാം. നിങ്ങൾ സംസാരിച്ചു നോക്ക്.